Good morning. Okay, Priya, Manjusha, okay, Maria, Ishma. Good morning. Okay, Srishma. Good morning. തുടങ്ങിയാലപ്പോ നമുക്ക് പ്ലീസ് ചെയ്യുന്നതിനാ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മള് പുതിയൊരു ചാപ്റ്റർ നമ്മള് തുടങ്ങി അല്ലേ? ഏതായിരുന്നു? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ഓക്കെ നിമിഷ മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ഇതാണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഇങ്ങനെ എടുത്ത വരെയുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ അത്രയും കാര്യങ്ങളൊക്കെ? ഓക്കെ ആണ് അല്ലെ? ഓക്കെ, നമുക്കറിയാല്ലേ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാല് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലെ? പിന്നെ നമ്മൾ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫർ പഠിച്ചു അല്ലെ? ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറും ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറും. അതിപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കാം. ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്താണ്, ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്താണ്? ചിലപ്പോൾ ഇന്റേണലിന് തരാം, എക്സ്റ്റേണലിനും തരാം കേട്ടോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു സെയിം ഫെസിലിറ്റിക്കുള്ളിൽ, അതായത് ഒരു ഇന്റേണൽ ട്രാൻസ്ഫർ നടത്തുമ്പോൾ, അതായത് ഒരു ഹോസ്പിറ്റലില് ഒരു സെയിം ഫെസിലിറ്റിയിൽ തന്നെ നമ്മൾ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലോട്ട് നമ്മുടെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറെ പോയിന്റുകൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതുപോലെ നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെ എന്തൊക്കെയാണ് അത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, അതിന് നമ്മൾ എന്താ പറയാ? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്നാണ് പറയാ അല്ലെ? അതെ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം? ഡോക്ടറുടെ രേഖാമൂലമുള്ള ഒരു ഡിക്ലറേഷൻ അവിടെ നിർബന്ധമാണ്. അത് ഇന്റേണൽ ട്രാൻസ്ഫർ ആയിക്കോട്ടെ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആയിക്കോട്ടെ, ഒരു ഡോക്ടറുടെ രേഖാമൂലമുള്ള ഒരു ഡിക്ലറേഷൻ അവിടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമും ആവശ്യമാണ്. സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നതും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്താണ് നഴ്സിംഗ് അല്ലെ, ഈ പറയുന്ന നഴ്സിംഗ് സമ്മറിയും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഇതിന്റെയൊക്കെ ഓരോ കോപ്പികള് നിലവിലുള്ള ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. മറു കോപ്പികൾ നമ്മൾ അവരെവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. ഇതുവരെയാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. അപ്പൊ ഞാന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കീ ഇലമെന്റ്സ് ആണ് കേട്ടോ. ദ കീ ഇലമെന്റ്സ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. അതായത് വളരെ ഗുരുതരമായിട്ടുള്ള രോഗികളെ, ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെ പറ്റിയിട്ട് നമുക്ക് ഏകദേശം എന്തുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ വായിച്ചപ്പോൾ പറഞ്ഞു പോയ പോയിന്റുകളാണ്. അതാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരുന്നു? ഒരു ക്രിട്ടിക്കലി വളരെ ഗുരുതരമായിട്ടുള്ള രോഗികളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സേഫ് ട്രാൻസ്ഫർ ഉറപ്പുവരുത്തണം അല്ലെ? ഒരു സേഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു, ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ? പേഷ്യന്റിനെ നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനങ്ങളും കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റിസീവിംഗ് ഫെസിലിറ്റി, അത് ഒരുമിച്ചാണ് പറയുന്നത് കേട്ടോ. ഡിസിഷൻ ടു പേഷ്യന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തത് എന്താണ്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ അല്ലെ? ഓക്കെ, തേർഡ് വൺ എന്താണ്? മോഡ് ഓഫ് ട്രാൻസ്ഫർ അഥവാ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ. ഏത് രീതിയിലാണ് നമ്മൾ ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ലാൻഡ് ട്രാൻസ്ഫർ ആണോ അതോ എയർ ട്രാൻസ്ഫർ ആണോ എന്നുള്ളത്. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്ഫർ. പിന്നെ അടുത്തത് എന്താണ്? ദ പേഷ്യൻസ് എന്താണ്? അക്കമ്പനിയിങ് ദ പേഷ്യന്റ് അല്ലെ? നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ കൂടെ അക്കമ്പനി ചെയ്യേണ്ട ആളുകളെ പറ്റി അല്ലെ? അക്കമ്പനിയിങ് ദ പേഷ്യന്റ്. പിന്നെ എന്താണ് അടുത്ത പോയിന്റ് പറഞ്ഞത്? എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റംസ്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? ഡോക്യുമെന്റേഷൻ.
ഇത് നമ്മൾ ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു പോയിട്ടുള്ള ഇലമെന്റ്സുകളാണ്. ഈ ഇലമെന്റ്സുകളാണ് നമ്മൾ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇലമെന്റ് നോക്കാം കേട്ടോ. എന്താണ് ഫസ്റ്റ് ഇലമെന്റ്? നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ഇലമെന്റ്? ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. നമ്മളൊരു ഈ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാര്യം എന്താണ്? ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ എടുക്കുന്ന തീരുമാനങ്ങളും അത് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താണ് പറയുന്നത്? The decision to shift the patient is important vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. എന്ന് വെച്ചാൽ അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ 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 അർജുൻ, ഓക്കെ, അങ്ങനെയാണ് ചോദിക്കാം കേട്ടോ. അപ്പോ നമ്മൾ ഈ പറയുന്നത് ഒരു പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു തീരുമാനം അത് വളരെ ക്രൂഷ്യൽ ആണ്. കാര്യം എന്താണ്? അത് വളരെ എക്സ്ട്രാ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പല വിധത്തിലുള്ള ചേഞ്ചസുകൾ വരാം അല്ലെ, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ അത് പേഷ്യൻസിന് മാത്രമല്ല റിസ്ക്, അവരെ പരിചരിക്കുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട് അല്ലെ. അത് മാത്രമല്ല അത് എക്സ്ട്രാ എക്സ്പെൻസിനും കാരണമാകും അല്ലെ. കാര്യം നമ്മൾ ഏറ്റവും ക്രിട്ടിക്കലി ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റുകള്, മോണിറ്ററിംഗ് സംവിധാനങ്ങള്, സപ്പോർട്ടിംഗ് സംവിധാനങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കരുതേണ്ടി വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ എന്ത് വരും? എക്സ്ട്രാ എക്സ്പെൻസ് വരും അല്ലെ. കോസ്റ്റ് ഓഫ് മണി അല്ലെ, ചെലവുള്ള ഒരു കാര്യമാണ് അല്ലെ. പ്രത്യേകിച്ച് പേഷ്യൻസിനായിക്കോട്ടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അവരുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒരുപോലെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എക്സ്ട്രാ റിസ്കിന് കാരണമാകുന്നുണ്ട്, എക്സ്ട്രാ എക്സ്പെൻസിനും കാരണമാകുന്നുണ്ട്. അതിൽ വേറെ പോയിന്റ് ഒന്നുമില്ല, അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയത്, അതിലൊരു പോയിന്റ് ഉണ്ട്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നോക്കുക, the decision to transfer the patient is decided by a senior consultant level doctor. അണ്ടർലൈൻ ചെയ്ത് വെച്ച് അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം ആരാണ് ഡിസിഷൻ എടുക്കുന്നത്? സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ ആണ്. ആരാണ്? സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ. അതായത് ഒരു ജൂനിയർ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു റെസിഡന്റ് ഡോക്ടറോ അങ്ങനെയുള്ളവരോ അല്ല ആ തീരുമാനം എടുക്കുന്നത്. പകരം ആരാണ്? സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ ആണ്. എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? ബൈ ദ വേ ഓഫ് ഡിസ്കഷൻ വിത്ത് പേഷ്യൻസ് റിലേറ്റീവ്സ് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക് ഇൻവോൾവ്ഡ്. ഡോക്ടർ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഇത് എന്ത് ചെയ്യും? ഈ പറയുന്ന പേഷ്യന്റിന്റെ റിലേറ്റീവ്സുമായിട്ട് ഡിസ്കസ് ചെയ്യും അല്ലെ. അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള റിസ്കുകൾ എന്താണ്, അതിനെ പറ്റി വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് തന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ ആണ് ഒരു രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, ചോദിച്ചിട്ടുണ്ട് അത് കേട്ടോ. ആരാണ് ആ തീരുമാനം എടുക്കുന്നത്? ആരാണ്? സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് കാര്യം എന്താണ് പറയുന്നത്? A written and informed consent of the patient's relatives along with the reason to transfer is compulsory before the transfer. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിന്റെ റിലേറ്റീവ്സ്, അതായത് പേഷ്യന്റിന്റെ ബന്ധുക്കളുടെ അവരുടെ എന്താണ് ഒരു രേഖാമൂലമുള്ള സമ്മതപത്രവും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ റീസൺ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആ ഒരു റെക്കോർഡും എന്തിന് കമ്പൽസറി ആണ്? ട്രാൻസ്ഫറിന് മുമ്പ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അതായത് നമ്മൾ എന്താണ്, ഒരാളെ നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് എന്ത് വേണം? അവരുടെ കൺസെന്റ് ആവശ്യമാണ് അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ഒരു ഇൻഫോർമഡ് കൺസെന്റ്, ദാറ്റ് മീൻസ് ഒരു റിട്ടേൺ ഇൻഫോർമഡ് കൺസെന്റ് ആണ്, ഒരു രേഖാമൂലമുള്ള അവരുടെ ഒരു സമ്മതപത്രം ആവശ്യമാണ്.
അതോടൊപ്പം എന്ത് വേണം? റീസൺ ടു ട്രാൻസ്ഫർ. എന്തുകൊണ്ട് അവർ ട്രാൻസ്ഫർ ചെയ്തു, എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ഒരു റീസണും കൂടെ എന്താണ് ട്രാൻസ്ഫറിന് മുമ്പായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. അത് വളരെ കമ്പൾസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. നാലാമത്തെ കാര്യം എന്താണ്? അപ്പൊ ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റിസീവിംഗ് ഫെസിലിറ്റി. എന്താണ് അവിടെ പറയുന്നത്? എ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഷിഫ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി ഷുഡ് ബി ബൈ ഷെയറിംഗ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓൺ ദ പേഷ്യൻസ് clinical condition, treatment being given, reasons for transfer, method of transfer, and timeline of transfer in a written document. അതായത് നമുക്കറിയാം, നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലും ഇനി എങ്ങോട്ടേക്കാണോ നമ്മൾ അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ ഒരു റിസീവിംഗ് ഫെസിലിറ്റിയും തമ്മിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്തിനാ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത്? കാര്യം നമ്മളുടെ ഈ രോഗിയെ ആദ്യം കൊണ്ടുവരുന്ന ഹോസ്പിറ്റലിലാണ്, അവർക്കാണ് ഈ രോഗിയെ പറ്റിയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ അറിയാൻ സാധിക്കുക അല്ലെ. അവര് അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അവരെ റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആ ഒരു പേഷ്യന്റിന്റെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഷിഫ്റ്റിംഗ് ഹോസ്പിറ്റലും അതുപോലെ അവരെ എവിടെയാണോ സ്വീകരിക്കുന്ന ആ ഒരു റിസീവിംഗ് ഫെസിലിറ്റിയും തമ്മിലൊരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? നോക്കിയേ, ബൈ ഷെയറിംഗ് ദ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓൺ ദ പേഷ്യൻസ് ക്ലിനിക്കൽ കണ്ടീഷൻ അല്ലെ. നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതി, അവരുടെ ക്ലിനിക്കൽ കണ്ടീഷൻ എന്തൊക്കെയാണ്, അതുപോലെ ട്രീറ്റ്മെന്റ് ബീങ് ഗിവൺ, അവർക്ക് എന്തൊക്കെ ചികിത്സകളാണ് നൽകിയിട്ടുള്ളത്, റീസൺസ് ഫോർ ട്രാൻസ്ഫർ, എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുപോലെ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ അഥവാ മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് രീതിയിലാണ് നമ്മൾ ഈ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ടൈം ലൈൻ ഓഫ് ട്രാൻസ്ഫർ, നമ്മൾ ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ആ സമയപരിധി, ഇതെല്ലാം നമ്മളൊരു രേഖാമൂലം ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം? റിസീവിംഗ് ഫെസിലിറ്റി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് ഒരു രേഖാമൂലം തന്നെ അവരുമായിട്ട് എന്ത് ചെയ്തിരിക്കണം? പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. രോഗിയുടെ ക്ലിനിക്കൽ കണ്ടീഷൻ, അവർക്ക് എന്തൊക്കെ ചികിത്സകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഏത് രീതിയിലൂടെയാണ് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള സമയപരിധി എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇത്രയും ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള വേറെ പോയിന്റുകളൊന്നുമില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ള പോയിന്റ് എന്ത് മാത്രമാണ്? അതായത് ഒരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ ആരാണ് എടുക്കുന്നത് അത് നോട്ട് ചെയ്ത് വെക്കണം. അതൊരു സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ ആണ്. ബാക്കിയൊക്കെ മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ എടുക്കുന്ന തീരുമാനം വളരെ ക്രൂഷ്യൽ ആണ്. അത് എക്സ്ട്രാ റിസ്ക് ഉള്ളൊരു കാര്യമാണ്, എക്സ്ട്രാ എക്സ്പെൻസ് ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, അതോടൊപ്പം ഒരു സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ ആണ് ഒരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് അദ്ദേഹം ഒറ്റയ്ക്ക് എടുക്കുന്നതല്ല. അവരെന്താണ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചതിന് ശേഷം ഒരു ട്രാൻസ്പാരന്റ് ഡിസ്കഷൻ നടത്തിയതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ ബന്ധപ്പെട്ട കക്ഷികളുടെ രേഖാമൂലമുള്ള ഒരു സമ്മതപത്രം ആവശ്യമാണ്. ഒപ്പം എന്തുകൊണ്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു, റീസൺ ടു ട്രാൻസ്ഫർ, അത് നിർബന്ധമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട്. പിന്നെ ഈ പറയുന്ന പേഷ്യന്റിന് ആ ഒരു ഷിഫ്റ്റിംഗ് ഹോസ്പിറ്റലും ഇനി അവരെ സ്വീകരിക്കുന്ന റിസീവിംഗ് ഫെസിലിറ്റിയും തമ്മിൽ ഒരു രേഖാമൂലമുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പോയിന്റുകൾ മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഒന്ന് വായിച്ചു നോക്കിയ 4 കാര്യങ്ങളും, എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. ഫസ്റ്റ് എലമെന്റ് ആണ് പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ എലമെന്റ് ആണ് നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞത് കേട്ടോ. ഓക്കെ, ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ആ എലമെന്റ് ക്ലിയർ ആയി വിചാരിക്കാം. ആയിക്കോ കേട്ടോ.
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത എലിമെന്റിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ എലിമെന്റ് ഓക്കെയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ എലിമെന്റ് നോക്കുകയാണ്. അതാണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. ഇതാണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. അതായത് നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവർ എന്ത് ചെയ്യണം? സ്റ്റെബിലൈസ് ചെയ്യണം. അവരുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കണം. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം അല്ലെ? പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന് മുമ്പായിട്ടുള്ള നെസസറി സ്റ്റെപ്സുകൾ എല്ലാം തന്നെ അവിടെ നമ്മൾ എടുത്തിരിക്കണം. അവരുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കിയതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യാൻ പാടുള്ളൂ? ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം, വായിക്കാം കേട്ടോ, ശ്രദ്ധിക്കാം. പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് ദ പേഷ്യന്റ് should be done prior to transfer to prevent any hostile events. Hostile അല്ല കേട്ടോ, ഹോസ്റ്റൈൽ ആണ്. HA അല്ല, HO ആണ് കേട്ടോ. ഹോസ്റ്റൈൽ, ഹോസ്റ്റൈൽ മീൻസ് പ്രതികൂലമായിട്ടുള്ളത്, ഡേഞ്ചറസ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ തിരുത്തണേ. ടു പ്രിവെന്റ് എനി ഹോസ്റ്റൈൽ ഇവന്റ്സ് ഓർ ഡിറ്റീരിയോറേഷൻ വേഴ്സണിംഗ് ഓഫ് ദ പേഷ്യൻസ് ക്ലിനിക്കൽ കണ്ടീഷൻ. മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ട്രാൻസ്പോർട്ടിങ് സമയത്ത് ഒരുപക്ഷെ അവരുടെ സ്ഥിതി വഷളാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കൽ കണ്ടീഷൻ അത് പ്രതികൂലമായിട്ട് ബാധിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഹോസ്റ്റൈൽ ഇവന്റ്സിനെ, അങ്ങനെയുള്ള ചില പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പേഷ്യന്റിനെ സ്റ്റേബിൾ ആക്കണം, അവരെ സ്റ്റെബിലൈസ് ചെയ്യണം. അതോടൊപ്പം അവരൊന്ന് എക്വിലിബ്രിയം ആക്കാന്ന് വെച്ചാൽ അവരൊന്ന് ബാലൻസ് ചെയ്യണം അല്ലെ? അവരൊന്ന് സ്റ്റേബിൾ ആക്കിയതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യാൻ പാടുള്ളൂ? ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോ the patient should be properly revived and balanced to the maximum extent possible without wasting undue time. അപ്പൊ പരമാവധി നമ്മൾ സമയം കളയാതെ, പരമാവധി വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം അധികം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പേഷ്യന്റിനെ റിവൈവ് ചെയ്യാൻ മീൻസ് അവരെ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം, സ്റ്റേബിൾ ആക്കണം. അവരെ ബാലൻസ് ചെയ്യണം, കഴിയാവുന്നിടത്തോളം അവരെ ഒന്ന് സ്റ്റേബിൾ ആക്കി അവരെ ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് കുറെ തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം, പ്രിപ്പയർ ചെയ്യണം അല്ലെ? എന്തൊക്കെയാണ് നോക്കിയേ. ഇൻ ദ കോഴ്സ് ഓഫ് ദ പ്രിപ്പറേഷൻ അല്ലെ, നമ്മൾ ആ ഒരു പേഷ്യന്റിന്റെ തയ്യാറെടുപ്പുകള് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന നെസസറി സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? പേഷ്യൻസ് ABCD, ABCD അങ്ങനെ ഓർത്താൽ മതി. 4 കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ABCD. ഓക്കെ, A എന്ന് പറഞ്ഞാൽ എന്താണ്? എയർവേ ആണ്, എയർവേ ആണ്. B എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ആണ്. ആൻഡ് C ഫോർ സർക്കുലേഷൻ ആൻഡ് D ഫോർ disability that should be examined and any connected curable problems should be rectified. കണ്ടോ? അപ്പൊ നമ്മളൊരു രോഗിയെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 കാര്യങ്ങളാണ് നമ്മൾ അവിടെ എന്താണ് കൺസിഡർ ചെയ്യുന്നത്. അത് നമുക്ക് ഓർക്കാനും എളുപ്പമുണ്ട്. ABCD. A ഫോർ എന്താണ്? എയർവേ ആണ്. ഓക്കെ, A ഫോർ എയർവേ ആണ്. B ഫോർ എന്താണ്? ബ്രീത്തിങ് ആണ്. ആൻഡ് C ഫോർ സർക്കുലേഷൻ, D ഫോർ ഡിസേബിലിറ്റി. നോട്ടേറ്റ് വെക്കുന്ന കേട്ടോ. എന്തൊക്കെയാണ് ABCD നമ്മൾ ഉദ്ദേശിക്കുന്നത്? A നോട്ടേറ്റ് ചെയ്യുന്നത് എയർവേ ആണ്, B ഫോർ ബ്രീത്തിങ് ആണ്, C ഫോർ സർക്കുലേഷൻ ആൻഡ് D ഫോർ ഡിസേബിലിറ്റി. ഈ 4 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം. പരിശോധിക്കുക മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതിനുശേഷം മാത്രം, അതാണ് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് പരിഹരിച്ചതിന് ശേഷം, അങ്ങനെ അവരെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? In this context, the use of pre-transfer checklist helpful. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു pre-transfer checklist ഉപയോഗപ്പെടുത്താം. Pre-transfer checklist എന്ന് പറയുന്നത് the list of procedures that should be examined before the transport of a patient. അല്ലെ, അതായത് ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും എക്സാമിൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില പ്രൊസീജിയറുകളാണ് അല്ലെ. അതാണ് നമ്മൾ ആ ചെക്ക് ലിസ്റ്റ് ആയിട്ട്, ചെക്ക് ലിസ്റ്റിൽ പറയുന്ന കാര്യമാണ് എന്ത്? ABCD. A എന്ന് പറയുമ്പോൾ എയർവേ ചെക്ക് ചെയ്യണം, D ബ്രീത്തിങ് നോക്കണം, C സർക്കുലേഷൻ നോക്കണം, ആൻഡ് D ഡിസേബിലിറ്റി. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ലിസ്റ്റ് ആയിട്ട്, ആ ലിസ്റ്റ് തയ്യാറാക്കി, ആ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി ഈ 4 കാര്യങ്ങളാണ് നമ്മൾ അവിടെ എക്സാമിൻ ചെയ്യേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കണം? റെക്ടിഫൈ ചെയ്തിരിക്കണം.
പരിഹരിച്ചിരിക്കണം കേട്ടോ. അപ്പൊ അത് മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് എടുക്കുന്നത്. അവിടെ കുറച്ച് ചില മെഡിക്കൽ ടേംസുകളൊക്കെ ഒന്ന് വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് എയർവേ ആണ്. അതായത് നമ്മുടെ ശ്വാസ സംബന്ധമായിട്ട് ഇഷ്യൂസ് വരാം. പ്രത്യേകിച്ച് ക്രിട്ടിക്കലി ഈ പേഷ്യൻസ് ആണ്. അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലെ. ശ്വസന സംബന്ധമായിട്ടൊക്കെ ഇഷ്യൂസ് വരാം. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തേണ്ടത്? ഓക്കെ, ദ പേഷ്യൻസ് വിത്ത് ദ പോസിബിലിറ്റി ഓഫ് എയർവേ കോംപ്രമൈസിംഗ് ദ course of transfer should be electively intubated with an endotracheal tube with a cuff which should be fixed properly after verifying its exact position. അതായത് എയർവേ പ്രോബ്ലംസ്, ദാറ്റ് മീൻസ് എയർവേ കോംപ്രമൈസ് എന്ന് വെച്ചാൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ചാൻസ് ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വെറുതെ നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? അവരിൽ നമ്മളൊരു എൻഡോട്രക്കിയൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്യണം, ഇൻറ്റുബേറ്റ് ചെയ്യണം. ഇൻറ്റുബേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസേർട്ടിങ് എ ട്യൂബ് ഇൻ ടു ദ ട്രക്കിയ. ട്രക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശ്വാസനാളമാണ് അല്ലെ, നമ്മുടെ എയർവേ ആണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എൻഡോട്രക്കിയൽ ട്യൂബ് ആണ്. ETT, ഇതൊക്കെ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചതാണ്. ETT എന്താണ്? എൻഡോട്രക്കിയൽ ട്യൂബ് ആണ് അല്ലെ. ഇറ്റ് ഇസ് എ ട്യൂബ് ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ട്രക്കിയ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കീപ് ദ എയർവേ ഓപ്പൺ അല്ലെ. അതായത് നമ്മുടെ രോഗിയുടെ എയർവേ എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കണം, ക്ലോസ് ആയി പോകരുത് അല്ലെ, അവർക്ക് ശ്വാസം മുട്ട് വരും അല്ലെ. അപ്പൊ ആ എയർവേ ഓപ്പൺ ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ട്രക്കിയിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻറ്റുബേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, ട്യൂബാണ്. എന്ത്? എൻഡോട്രക്കിയൽ ട്യൂബ് വിത്ത് കഫ്. ഒരു കഫ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? അത് ട്രക്കിയിലേക്ക് ഇറക്കണം, ഇൻസേർട്ട് ചെയ്യണം, ഇൻറ്റുബേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളത് ഇങ്ങനെ പ്ലേസ് ചെയ്യണം കേട്ടോ. അതവിടെ പ്രത്യേകം പറയുന്നുണ്ട്, വിത്ത് എ കഫ് വിച്ച് ഷുഡ് ബി ഫിക്സഡ് പ്രോപ്പർലി ആഫ്റ്റർ വെരിഫൈങ് ഇറ്റ്സ് എക്സാക്ട് പൊസിഷൻ. അതായത് അതിന്റെ കറക്റ്റ് പൊസിഷൻ വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ഡിവൈസ്, ആ ഒരു ട്യൂബ് അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് കേട്ടോ. എന്നുവെച്ചാൽ വളരെ കെയർഫുൾ ആയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കീപ് ദ എയർവേ ഓപ്പൺ. അവരുടെ എയർവേ ഓപ്പൺ ആയിട്ട് ഇരിക്കണം. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരു കാരണവശാലും അവർക്ക് എയർവേ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് അതിന്റെ ഒരു ഭാഗമാണ്, ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതോട് പറഞ്ഞിരിക്കുന്നത് the patients with the possibility of airway compromise in the course of transfer should be electively intubated with an endotracheal tube with a cuff which should be fixed properly after verifying its exact position. ഇനി മറ്റു തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാന്ന് നോക്കി. സം പേഷ്യൻസ് നീഡ് എ പ്രോപ്പർലി പ്ലേസ്ഡ് nasogastric tube in order to prevent aspiration of gastric contents during the transfer. ഇനി ചില പേഷ്യൻസിന്, മറ്റു ചില പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നാസോഗാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. നാസോഗാസ്ട്രിക് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ട്യൂബ് ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ത്രൂ ദ നോസ് ഇൻ ടു ദ സ്റ്റൊമക്ക്. നാസോഗാസ്ട്രിക് ട്യൂബ് ആണ്, NG എന്ന് പറയും കേട്ടോ. നമ്മുടെ മൂക്കിലൂടെ നമ്മുടെ സ്റ്റൊമക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ട്യൂബാണത്. മൂക്കിലൂടെ നമ്മൾ കടത്തി വിടുന്നു, സ്റ്റൊമക്കിലോട്ടാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ട്യൂബിനെയാണ് നമ്മൾ NG ട്യൂബ്, നാസോഗാസ്ട്രിക് ട്യൂബ് എന്ന് പറയും. ചില പേഷ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യും? നാസോഗാസ്ട്രിക് ട്യൂബ് പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ കൊണ്ടുപോവുക. എന്തിനു വേണ്ടിയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു പ്രിവെന്റ് ആസ്പിറേഷൻ ഓഫ് ഗാസ്ട്രിക് കണ്ടൻസ്. Okay, in order to prevent aspiration of gastric contents during transfer. നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്പിറേഷൻ എന്ന് വെച്ചാൽ ഇൻഹേലേഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദാറ്റ് മീൻസ് ഒരു ബാക്ക് ഫ്ലോ ആണ്, ബാക്ക് ഫ്ലോ ഓഫ് ഗാസ്ട്രിക് കണ്ടൻസ് ഇൻ ടു ദ ലെൻസ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന ലിക്വിഡ്സ്, ഫുഡ് ഐറ്റംസ്, പിന്നെ നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള ഗാസ്ട്രിക് കണ്ടന്റുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒരു പക്ഷേ എന്ത് ചെയ്യപ്പെടാം? നമ്മുടെ ലെൻസിലോട്ട് കയറി പോകാം, ഇൻഹെയിൽ ചെയ്യപ്പെടാം, ആസ്പിറേഷൻ സംഭവിക്കാം. അതായത് തിരിച്ച് നമ്മുടെ ഈ പറയുന്ന സ്റ്റൊമക്കിലുള്ള കണ്ടന്റുകൾ ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചില രോഗികളിൽ എന്ത് സംഭവിക്കാം? ഈ സ്റ്റൊമക്ക് കണ്ടന്റുകൾ, ഗാസ്ട്രിക് കണ്ടന്റുകൾ, പ്രത്യേകിച്ച് വോമിറ്റിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള രോഗികളാണെങ്കിൽ ആ കണ്ടന്റുകൾ ഒരുപക്ഷെ ഇൻഹെയിൽ ചെയ്ത്
ലങ്സിലേക്ക് പ്രവേശിക്കാം, ലങ്സ് ഓർ ത്രോട്ട്, മിക്കവാറും ലങ്സിലേക്കൊക്കെ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് ശ്വാസകോശത്തിലോട്ട്. അങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് വരും? ബ്രീത്തിങ് ഇഷ്യൂസ് വരും. അപ്പൊ രോഗിയുടെ കണ്ടീഷൻ പ്രശ്നമാകും. ഓക്കെ, അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന നാസോ ഗാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ട്യൂബ് നമ്മൾ സ്റ്റൊമക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ that will prevent the aspiration, that will prevent the backflow of gastric condenser that into the lungs. അതായത് നമ്മൾ ഈ ശ്വാസകോശത്തിലേക്ക് ഇത്തരം ഗാസ്ട്രിക് കണ്ടൻസർ കയറി പോകുന്ന ആ ഒരു സാഹചര്യത്തിനെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നാസോ ഗാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിനും അല്ല, ചില പേഷ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യും? നാസോ ഗാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് ടു പ്രിവെന്റ് ദ ആസ്പിരേഷൻ ഓഫ് ഗാസ്ട്രിക് കണ്ടൻസ് ഡ്യൂറിംഗ് ദ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ the cervical spine stabilization may be needed in some trauma patients. ട്രോമ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പരിക്കുകള്, ആഘാതങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും? സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ. സെർവിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്ക് ഏരിയ ആണ് കേട്ടോ, നമ്മുടെ കഴുത്തിന്റെ ഏരിയ ഉണ്ടല്ലോ. ആ സ്പൈനൽ ഏരിയ തന്നെയാണ്, കഴുത്തിന്റെ ഭാഗത്തുള്ള ആ ഒരു സ്പൈനൽ റീജിയനെയാണ് നമ്മൾ സെർവിക്കൽ എന്നാണ് പറയുക കേട്ടോ. സെർവിക്കൽ സ്പൈൻ എന്നാണ് പറയാ. അപ്പോ ആ ഒരു ഏരിയനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേബിൾ ആക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇഞ്ചുറി, എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച ആകെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യണം? സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ആ ഒരു നെക്കിന്റെ ഏരിയ നമ്മൾ സ്റ്റേബിൾ ആക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ദ ഫർദർ ഇഞ്ചുറി ഓർ ഡാമേജ്, അല്ലെ? ആ ഒരു ഏരിയയിൽ ഫർദർ ഇഞ്ചുറി വരാതിരിക്കാനും ഫർദർ ഡാമേജ് ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ സ്റ്റേബിലൈസ് ചെയ്തിട്ട്, അത് അവിടെ അനക്കാതെ, അവിടെ എന്ത് ചെയ്യരുത്? മൂവ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. അവിടെ നമ്മൾ അനക്കാതെ വേണം അവരെ എന്ത് ചെയ്യാനായിട്ട്? ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. കാര്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മൂവ്മെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വീണ്ടും ഫർദർ ഇഞ്ചുറി അല്ലെങ്കിൽ ഫർദർ ഡാമേജ് ഒക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. ട്രോമ മീൻസ് പരിക്കുകളാണ് കേട്ടോ. വലിയ വലിയ പരിക്കുകളൊക്കെ സംഭവിക്കുന്ന കേസുകളിൽ അത്തരം രോഗികൾക്ക് നമുക്ക് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ നടത്തുന്ന തയ്യാറെടുപ്പ്. ഇവിടെ നമ്മൾ പറഞ്ഞത് എയർവേ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. എന്തൊക്കെ എയർവേയിൽ പറഞ്ഞത്? അതായത് ഈ പറയുന്ന എയർവേ കോംപ്രമൈസ്, എയർവേ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ എൻഡോട്രാക്കിയൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം അവരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ചില പേഷ്യൻസിന് നമ്മൾ നാസോ ഗാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ദ ആസ്പിരേഷൻ, ആസ്പിരേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ചില ട്രോമ പേഷ്യൻസിന് നമ്മൾ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഒന്ന് വായിച്ചു നോക്കിയത്, ഒന്ന് വായിച്ചു നോക്കിയ എയർവേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്തതാണ് ബ്രീത്തിങ്. ബി നമ്മൾ നോക്കാണ് കേട്ടോ. ബി ഫോർ ബ്രീത്തിങ് അല്ലേ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ബ്രീത്തിങ്. ബ്രീത്തിങ്ങിൽ എന്താണ് പറയുന്നത്? ദ വെന്റിലേഷൻ ഷുഡ് ബി സഫീഷ്യന്റ്ലി റെഗുലേറ്റഡ് വിത്ത് ദ ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് ഇൻ ദ സസ്പെക്റ്റഡ് pneumothorax. Chest drain should be installed before transfer, especially before air transport. ഓക്കെ, അപ്പൊ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ഓക്കെ, അപ്പൊ നോക്കുക, ദ വെന്റിലേഷൻ ഷുഡ് ബി സഫീഷ്യന്റ്ലി റെഗുലേറ്റഡ് വിത്ത് ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്. അത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് അറിയില്ല. ABG അല്ലെ? ABG എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ABG എന്താണ്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാല് നമ്മൾ അതൊരു മെഡിക്കൽ ടെസ്റ്റ് ആണ് ശരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ മെഡിക്കൽ ടെസ്റ്റ് ദാറ്റ് യൂസ്ഡ് ടു അസസ് ദ ലെവൽ ഓഫ് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് pH വാല്യൂസ് ഇൻ ദ ബ്ലഡ് കേട്ടോ. നമ്മുടെ ബ്ലഡിലുള്ള ഈ ലെവൽ, ഓക്സിജന്റെ ലെവല്, കാർബൺ ഡയോക്സൈഡിന്റെ ലെവല്, പിന്നെ ഈ പറയുന്ന പോലെ pH, ഇതൊക്കെ അസസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ടെസ്റ്റ് ആണ് എന്ത്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മൾ ഈ ഒരു ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്
നോക്കിക്കൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് അതനുസരിച്ചെന്ന് വെച്ചാൽ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ പേഷ്യന്റിന്റെ ആ ഒരു ബ്ലഡില് എത്രത്തോളം ഓക്സിജന്റെ ലെവൽ എത്രയാണ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ എത്രയാണ്, pH ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ അസസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ആ ഒരു ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസിനെ എന്താണ് അനുസരിച്ചുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വളരെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ ആർക്ക് ഉറപ്പുവരുത്തണം, ഈ പറയുന്ന പേഷ്യന്റിന് ഉറപ്പുവരുത്തണം. അതായത് അവർക്ക് വേറെ ബ്രീത്തിങ് ഇഷ്യൂസ് വരാൻ പാടില്ല. ഓക്സിജൻ ലെവലൊക്കെ കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിനുള്ള സെറ്റപ്പുകൾ ചെയ്യണം അല്ലെ. അപ്പൊ ഓക്സിജന്റെ ലെവല്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവല് അതൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവര് ശരിയായ രീതിയിൽ വെന്റിലേറ്റ് ചെയ്തുകൊണ്ട് വേണം. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട മുഴുവൻ ആ ഒരു എന്താണ് വെന്റിലേഷൻ അല്ലെ, അവരുടെ ആ ഒരു ശ്വസനം അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്, ഇൻ ദ സസ്പെക്ടഡ് ന്യൂമോതൊറാക്സ് ചെസ്റ്റ് ഡ്രെയിൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ബിഫോർ ട്രാൻസ്ഫർ, എസ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ട്. ഇവിടെ നമുക്ക് അറിയാത്തൊരു കാര്യമാണ് ന്യൂമോതൊറാക്സ് കേട്ടോ. എന്താണ് ഈ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാല്, ന്യൂമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എയർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, എയർ എന്നുള്ള അർത്ഥമാണ്. തൊറാക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെസ്റ്റ് ക്യാവിറ്റി ആണ് കേട്ടോ. അപ്പൊ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എയർ ഇൻ ദ ചെസ്റ്റ് ക്യാവിറ്റി, ദാറ്റ് മീൻസ് എയർ ഇൻ ദ ലെൻസ് അല്ലെ, ലെൻസ് ആണ്. നമുക്ക് ശ്വാസകോശത്തിനകത്ത് എയർ വരുന്ന ഒരു അവസ്ഥയാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ പ്ലൂറൽ ക്യാവിറ്റി ഉണ്ട് നമ്മുടെ ശ്വാസകോശത്തിന്, ആ ഒരു തൊറാസിക് ക്യാവിറ്റിക്കകത്ത് എയർ കയറുകയാണ്. എയർ കയറുമ്പോൾ എന്ത് സംഭവിക്കും, എയർ കയറുമ്പോ എന്താണ് ലെൻസ് കൊളാപ്സ്ഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ഈ ലെൻസിന് ചുറ്റുമുള്ള ഒരു ക്യാവിറ്റി ഉണ്ട്, ഈ ക്യാവിറ്റിക്കകത്തേക്ക് എയർ കയറുകയാണ്. എയർ കയറുമ്പോൾ എന്ത് സംഭവിക്കും, അതിന് മുഴുവൻ ഇങ്ങനെ എയർ കയറി കഴിഞ്ഞാല് അത് ലെൻസിനെ കംപ്രസ് ചെയ്യും അല്ലെ, ലെൻസിന് ഇങ്ങനെ അമർത്തും. അപ്പൊ എന്തുണ്ടാവും, ലെൻസ് കൊളാപ്സ്ഡ് ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഓക്കെ. അപ്പൊ ആ ഒരു അവസ്ഥേനെയാണ് നമ്മള് എയർ ഇൻ ദ ലെൻസ് ക്യാവിറ്റിക്കകത്തേക്ക് എയർ കയറുന്ന ആ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം, നമുക്ക് ആ എയറിനെ പുറത്ത് കളയണം അല്ലെ. എയർ അങ്ങനെ നിൽക്കാൻ പാടില്ല. എയർ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനകത്ത് കയറി കഴിഞ്ഞാല് ലെൻസ് കൊളാപ്സ്ഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ. ആ ശ്വാസകോശം കൊളാപ്സ്ഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ എയറിനെ പുറത്തേക്ക് കളയണം. ആ എയറിനെ എങ്ങനെ പുറത്തേക്ക് കളയും, അതിന് വേണ്ടിയിട്ട് ചെസ്റ്റ് ഡ്രെയിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേര് കൂടെ പറയും, ട്രക്കിയോസ്റ്റമി ട്യൂബ് എന്നും കൂടെ പറയും കേട്ടോ. സോറി, ട്രക്കിയോസ്റ്റമി അല്ല, തൊറാക്കോസ്റ്റമി ട്യൂബ് എന്നാണ് പറയുക കേട്ടോ. സോറി, ട്രക്കിയോസ്റ്റമി അല്ല, തൊറാക്കോസ്റ്റമി ട്യൂബ് എന്നാണ് പറയുക കേട്ടോ. ചെസ്റ്റ് ഡ്രെയിൻ പഠിച്ചാൽ മതി. അതൊരു ട്യൂബാണ്, അതൊരു ഡിവൈസ് ആണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് തൊറാക്കോസ്റ്റമി ട്യൂബ് എന്നും പറയൂ കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഈ പറയുന്ന എയറിനെ വലിച്ച് കളയും, എയറിനെ പുറത്ത് കളയും. അപ്പോ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇൻ ദ സസ്പെക്ടഡ് ന്യൂമോതൊറാക്സ് ചെസ്റ്റ് ഡ്രെയിൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ബിഫോർ ട്രാൻസ്ഫർ. ന്യൂമോതൊറാക്സ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ളതില് നമ്മൾ ചെസ്റ്റ് ഡ്രെയിൻ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. എസ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ട്, പ്രത്യേകിച്ച് എയർ ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യുന്ന പേഷ്യന്റ്. നമുക്ക് രണ്ട് രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്താം. ഒന്നുമില്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആവാം, അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ടേഷൻ ആവാം. എന്തുകൊണ്ട് എയർ ട്രാൻസ്പോർട്ടേഷൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാര്യം എന്താ, നമ്മളിപ്പോ എയർ ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യുമ്പോൾ പ്രഷർ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാലോ, നമ്മുടെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും എന്ത് കുറയും, പ്രഷർ കുറയും. മുകളിലേക്ക് പോകുന്തോറും പ്രഷർ കുറയും അല്ലെങ്കിൽ പ്രഷർ ഒക്കെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂമോതൊറാക്സ് ഒക്കെ ഉള്ള പേഷ്യൻസിന് എന്താണ് ഇഷ്യൂസ് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകം അവർ എടുത്തു പറയുന്നത്, എയർ ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ന്യൂമോതൊറാക്സ് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിന് ചെസ്റ്റ് ഡ്രെയിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമ്മൾ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ. ക്ലിയർ ആണോ പറഞ്ഞത്, മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് സർക്കുലേഷൻ. ഓക്കെ. സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അതിനു വേണ്ടി നടത്തേണ്ടത് നോക്കിക്കേ. ദ പേഷ്യന്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 wide bore intravenous working cannulas in place before shifting.
ഓക്കെ, നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് 2 വൈഡ് ബോർ ഇൻട്രാവെനസ് വർക്കിംഗ് കാനുലാസ്, അതായത് നമ്മൾ കയ്യിൽ വെക്കുന്ന കാനുല ഉണ്ടല്ലോ, അതിന്റെ തന്നെ കുറച്ചുകൂടെ വൈഡ് ബോർ ആയിട്ടുള്ള, വൈഡ് ബോർ മീൻസ് കുറച്ചും കൂടി ഉൾവ്യാസമുള്ള, കുറച്ചും കൂടെ എന്താ പറയാ, ഒരു ഉൾവ്യാസമുള്ള, കുറച്ചും കൂടി ഉൾവിസ്താരമുള്ള രണ്ട് ഇൻട്രാവെനസ് കാനുലാസ് എന്ത് ചെയ്തിരിക്കണം, അത് നമ്മൾ കരുതിയിരിക്കണം. ഓക്കെ, എന്തിനോണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എക്സ്റ്റേണൽ ഹെമറേജ് ഇഫ് എനി ഷുഡ് ബി റെഗുലേറ്റഡ്, കൺട്രോൾഡ് ആൻഡ് എനി ഷോക്ക് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സ് ഓർ വാസോപ്രസേഴ്സ്. അതായത് എക്സ്റ്റേണൽ ഹെമറേജ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ഒക്കെ സംഭവിക്കാന്ന് വിചാരിക്കും. എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, ഹെമറേജ് എന്ന് വെച്ചാൽ ബ്ലീഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ അങ്ങനെ ഇഞ്ചുറി സംഭവിച്ച എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോ അവരെന്ത് ചെയ്യണം, ദാറ്റ് ഷുഡ് ബി റെഗുലേറ്റഡ്, കൺട്രോൾ അല്ലെ, എത്രയും പെട്ടെന്ന് തന്നെ അവരെ ക്വിക്കലി എന്ത് ചെയ്യണം, അവരെ റെഗുലേറ്റ് ചെയ്യണം, അവരെ കൺട്രോൾ ചെയ്യണം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ഫർദർ ബ്ലഡ് ലോസ് അല്ലെ. അതായത് ഫർദർ ബ്ലഡ് ലോസ് വരാൻ പാടില്ല. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യണം, നമ്മൾ റെഗുലേറ്റ് ചെയ്യണം അല്ലെ, പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള പേഷ്യൻസിന്. അത് മാത്രമല്ല, ആൻഡ് എനി ഷോക്ക് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സ് ഓർ വാസോപ്രസേഴ്സ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഷോക്ക് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ഷോക്ക് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഷോക്ക് കേട്ടോ. അല്ലാണ്ട് ഇതെല്ലാം ഇലക്ട്രിക്കൽ ഷോക്ക് അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷൻ ആണ് കേട്ടോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷൻ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് അവരുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിനും മറ്റുമായിട്ട് ഈ പറയുന്ന ഇൻട്രാവെനസ് IV ഫ്ലൂയിഡുകൾ ചിലപ്പോൾ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വാസോപ്രസേഴ്സ് പോലെയുള്ള മെഡിസിൻസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്താണ് വാസോപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇറ്റ് ഇസ് എ മെഡിക്കേഷൻ ആണ്, ദാറ്റ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ദ ബ്ലഡ് പ്രഷർ. ഓക്കെ, അതായത് ഈ ബ്ലഡ് പ്രഷറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മെഡിസിൻ ആണ് വാസോപ്രസർ എന്ന് പറയുന്നത് കേട്ടോ. ഒക്കെ വയ്ക്കാം, വാസോപ്രസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെഡിക്കേഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു എന്താണ്, കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ കേട്ടോ. അതായത് ബ്ലഡ് പ്രഷറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു മെഡിസിൻ ആണ്, ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് വാസോപ്രസർ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ത്രെട്ടനിങ് ഒക്കെ, മീൻസ് ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാല് അവരുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് IV ഫ്ലൂയിഡ്സുകൾ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വാസോപ്രസേഴ്സ് പോലുള്ള മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള IV ഫ്ലൂയിഡുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറച്ചും കൂടി ഒരു വിസ്താരമുള്ള കാനുലകൾ കരുതണമെന്ന് പറയുന്നത് കേട്ടോ. അതിന് പുറമെ എന്താണ്, ദ അവൈലബിലിറ്റി ഓഫ് ക്രോസ് മാച്ച്ഡ് ബ്ലഡ് മേ ബി നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദ ട്രാൻസ്പോർട്ട്. അതുകൂടാതെ ദ ബ്ലഡ് അവൈലബിലിറ്റിയും അവിടെ ഉറപ്പുവരുത്തണം. അത് എക്സ്റ്റേണൽ ഹെമറേജ്, എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ ധാരാളം ബ്ലഡ് അവർക്ക് ലോസ് വന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിന്റെ ലൈഫിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന ആ ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ അവൈലബിലിറ്റി, ആ ബ്ലഡിന്റെ അവൈലബിലിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പാക്കണം. എന്നിട്ട് അതിനുശേഷം മാത്രമേ നമ്മൾ അവരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? സർക്കുലേഷൻ. ഓക്കെ, രണ്ട് എന്താണ്, വൈഡ് ബോർ ഇൻട്രാവെനസ് കാനുലാസുകൾ കരുതുക. എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ കൺട്രോൾ ചെയ്യണം. അതുപോലെ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ IV ഫ്ലൂയിഡുകൾ, അവരുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ IV ഫ്ലൂയിഡുകൾ, വാസോപ്രസേഴ്സ് ഒക്കെ നമ്മൾ കരുതേണ്ടതായിട്ട് വരും. ഒപ്പം സിവിയർ ബ്ലഡ് ലോസ് വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു ബ്ലഡിന്റെ അവൈലബിലിറ്റിയും അവിടെ ഉറപ്പ് വരുത്തണം. ഓക്കെ, അതാണ് സിയില് പറയുന്നത്. സി ഫോർ സർക്കുലേഷൻ ആണല്ലോ. ദെൻ അടുത്തത് ഡി എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡിസേബിലിറ്റി ആണ് അല്ലെ. എന്താണ് ഡിസേബിലിറ്റി? ഓക്കെ, അപ്പോ ഡിസേബിലിറ്റി അഥവാ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിസേബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. ഓക്കെ, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ദ പേഷ്യൻസ് വിത്ത് head injury should have their Glasgow Coma Scale GCS adequately monitored and recorded in documented before and in the course of transfer and before the administration of any sedative or paralytic agent. ആദ്യം നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടത്
GCSന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. പലതവണ ചോദിച്ചിട്ടുണ്ട്. GCS എന്താണെന്നും GCSന്റെ ഫുൾ ഫോം ആദ്യം മനസ്സിലാക്കാം. GCS എന്താണ്? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ആണ് കേട്ടോ. എന്താണ്? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. എന്താണ് ഈ GCS ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അത് ഒരു ന്യൂറോളജിക്കൽ സ്കെയിൽ ആണ് കേട്ടോ. ഇറ്റ് ഈസ് എ ന്യൂറോളജിക്കൽ സ്കെയിൽ ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു അസസ് ദ ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ. ഓക്കെ, ന്യൂറോളജിക്കൽ ഫംഗ്ഷനും അതുപോലെ തന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, എസ്പെഷ്യലി ഇൻ ഹെഡ് ഇഞ്ചുർഡ് പീപ്പിൾ. അതായത് നമ്മൾ ഈ പറയുന്ന ഹെഡ് ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ള ആളുകൾ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തും ഇഞ്ചുറീസ് വന്നാൽ നമുക്കത് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ തലയ്ക്കൊക്കെ പരിക്കേറ്റ് കഴിഞ്ഞാൽ വളരെ പ്രശ്നമായിരിക്കും അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് ഹെഡ് ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബോധം നഷ്ടപ്പെടാം അല്ലെ, അവരുടെ കോൺഷ്യസ് അത് നഷ്ടപ്പെടാം. അപ്പൊ ആ ഒരു അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സും അവരുടെ ഒരു ബോധാവസ്ഥ അല്ലെ, ആ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സും ഒപ്പം അവരുടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസും അത് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെയാണ് പർട്ടിക്കുലർലി ആഫ്റ്റർ എന്താണ് ഹെഡ് ഇഞ്ചുറിഡ് പീപ്പിൾ. അതായത് പ്രത്യേകിച്ച് തലയ്ക്കൊക്കെ പരിക്കേറ്റിട്ടുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു കോൺഷ്യസ്നെസ് ലെവലും പിന്നെ അവരുടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസും അതൊക്കെ അസസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ മലയാളത്തിൽ എഴുതി വെക്കാം. അതൊരു ന്യൂറോളജിക്കൽ സ്കെയിൽ ആണ്. അത് ഒരു പേഷ്യന്റിന്റെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സും അവരുടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസും പ്രത്യേകിച്ച് ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിന്റെ അസസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മുടെ ബ്രെയിൻ അല്ലെ. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനൊക്കെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോകുന്നത് മാത്രമല്ല നമ്മുടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് വരെ എന്തായിരിക്കും പ്രശ്നത്തിലാവും അല്ലെ. കാര്യം നമ്മുടെ നെർവിനെയും നമ്മുടെ എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, നമ്മുടെ സെൻട്രൽ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആണ്. അവിടെ നിന്നാണ് കംപ്ലീറ്റ് കാര്യങ്ങളും മെസ്സേജസ് ഒക്കെ നെർവിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറി ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് നമുക്ക് എന്ത് വരാം? ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് വരാം അല്ലെ. ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് എന്ത് ചെയ്യാം? അത് മോശമാവാം അല്ലെ. അപ്പൊ അതൊക്കെ മെഷർ ചെയ്യാനായിട്ട് അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഓക്കെ, അപ്പോ ഇനി ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ദ പേഷ്യൻസ് വിത്ത് ദ ഹെഡ് ഇഞ്ചുറി should have their Glasgow coma scale adequately monitored and recorded in documented before and in the course of transfer and before the administration of any sedative or paralytic agent. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ആ ഒരു ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ഉപയോഗിച്ച് അവരുടെ കോൺഷ്യസ്നെസ് ലെവലും അവരുടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസും നമ്മൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം, മോണിറ്റർ ചെയ്യണം. അത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. അവരുടെ ഡോക്യുമെന്റിൽ അത് റെക്കോർഡ് ചെയ്യണം. എപ്പോഴൊക്കെയാണ്? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഏതെങ്കിലും സെഡേറ്റീവ്സുകളോ മറ്റെന്തെങ്കിലും ഇപ്പൊ അവര് മയക്കുന്ന സെഡേറ്റീവ്സ് എന്തെങ്കിലും ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ പാരലൈറ്റിക് അവരെ തളർത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരെ എന്താണ് മരവിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ എന്തെങ്കിലും സെഡേറ്റീവ്സോ മറ്റെന്തെങ്കിലും പാരലൈറ്റിക് ഡ്രഗ്സുകളൊക്കെ എന്താണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ടും അതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് എന്ത് ചെയ്ത് വെച്ചിരിക്കണം? റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. The patients with head injury should have their Glasgow coma scale adequately monitored and recorded in document before and in the course of transfer and before the administration of any sedative or paralytic agent. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ABCD, A എന്താണ്, B എന്താണ്, C എന്താണ്, D എന്താണ്, ഓരോന്നിനും നമ്മൾ എടുക്കേണ്ട നെസസറി പ്രിപ്പറേഷൻസുകളാണ് കണ്ടത്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? The patient should be protected from cold by providing suitable blankets apart from the above pre-transfer checklist. On the day transfer itself, all basic ഓക്കെ പറയാം ഫസ്റ്റ് ഒരു മിനിറ്റ്. അതായത് ഇത് കംപ്ലീറ്റ് ചെയ്തേ. The patient should be protected from the cold by providing suitable blankets apart from the above pre-transfer checklist. നമ്മൾ ഈ പറയുന്ന ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, ABCD
അതിന് പുറമെ നമ്മൾക്ക് ഇപ്പൊ എന്താണ് തണുപ്പിൽ നിന്ന് രോഗികളെ സംരക്ഷിക്കാനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ബ്ലാങ്കറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അവർക്ക് ബ്ലാങ്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഓൺ ദ ഡേ ട്രാൻസ്ഫർ ഇറ്റ്സെൽഫ് ഓൾ ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് ഷുഡ് ബി പെർഫോംഡ് ടു റിഫ്ലക്ട് ദ പ്രസന്റ് കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. അപ്പൊ പരമാവധി നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ ദിവസം തന്നെ നമ്മൾ ഈ പറയുന്ന ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, പരിശോധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ കാര്യം എന്നോട് പറയാണ്, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോളജിക്കൽ സ്കെയിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? അതായത് ഒരു പേഷ്യന്റിന്റെ കോൺഷ്യസ്നെസ് ലെവൽ, അവരുടെ ആ ഒരു ബോധാവസ്ഥ, അതുപോലെ അവരുടെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് അത് അസസ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്കെയിൽ ഉപയോഗിച്ച് രോഗിയുടെ കോൺഷ്യസ്നെസ് ലെവലും അവരുടെ ന്യൂറോളജിക്കൽ ഫങ്ഷനും കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം, അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അവരുടെ കോൺഷ്യസ്നെസ് ലെവൽ എത്രയാണ്, അവരുടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് എത്രത്തോളം ഉണ്ട്, ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് അവരുടെ ഡോക്യുമെന്റിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. എപ്പോഴൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും. അതുപോലെ നമ്മളിപ്പോ ഈ ഒരു പേഷ്യന്റിൽ എന്തെങ്കിലും സെഡേറ്റീവ്സ് കൊടുക്കുകയാണ്, അവരെ മയക്കാനായിട്ട് എന്തെങ്കിലും പാരലൈറ്റിക് ഏജന്റോ സെഡേറ്റീവ്സോ സെഡേറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്ത് ഡോക്യുമെന്റിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ചോദിച്ചാൽ മനസ്സിലായോ? അതെ ചോദിച്ചേ, ഫസ്റ്റിനല്ലേ ചോദിച്ചേ? ഓക്കെ, ഫസ്റ്റൊക്കെ ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ എലമെന്റിൽ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ എലമെന്റ് എന്തായിരുന്നു? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. അതിനകത്ത് 4 കാര്യങ്ങളാണ്. ABCD. A for airway, B for breathing, C for circulation and D for disability or neurological status. അതുവരെ ഒന്ന് വായിച്ചേ നിങ്ങള്. ആ രണ്ടാമത്തെ എലമെന്റ് ഒന്ന് വായിച്ചേ. അതൊന്ന് ഫുള്ള് വായിച്ചൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അല്ലെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻട്രൊഡക്ഷൻ പാർട്ട് വേറെ ഒന്നുമില്ല. അതായത് നമ്മൾ എന്താണ് പ്രീ ട്രാൻസ്ഫർ, നമ്മളൊരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കണം. ഓക്കെ, അവര് എന്താണ് സ്റ്റേബിൾ ആക്കിയതിന് ശേഷം, അവരൊന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അവരെന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ അവരുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. 4 കാര്യങ്ങളാണ് നമ്മൾ ABCD എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ എലമെന്റ് നോക്കാം. ഓക്കെ, 2 എലമെന്റ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കി, പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. ഓക്കെ, ദെൻ ഇനി നമുക്ക് മൂന്നാമത്തെ എലമെന്റ് നമ്മൾ നോക്കുകയാണ്. മൂന്നാമത്തെ എലമെന്റ് എളുപ്പമാണ്. എന്താണ്? മോഡ് ഓഫ് ട്രാൻസ്ഫർ അല്ലെ, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ. ഏത് രീതിയിലാണ് നമ്മൾ ഈ ഒരു പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നോക്കുക. The 2 most commonly employed methods of transfer of patients are ground transport by including ambulance and mobile intensive care unit and air transport including helicopter or aeroplane ambulances. ഓക്കെ, അറിയാവുന്നതാണ്. പ്രധാനമായിട്ട് 2 മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണുള്ളത്. ഒന്ന് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും മറ്റൊന്ന് എന്താണ്? എയർ ട്രാൻസ്പോർട്ട്. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ആംബുലൻസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പ്രത്യേകം ഈ പറയുന്ന ആംബുലൻസ് പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാണ്.
പിന്നെ അത് കൂടാതെ എയർ ട്രാൻസ്പോർട്ടും ഉണ്ട്. ഓക്കെ, എയർപ്ലെയിൻ, ഹെലികോപ്റ്റർ അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോ അതിനകത്ത് ആദ്യത്താണ് നമുക്ക് നോക്കാം ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ തന്നെ പല ടൈപ്പുകൾ ഉണ്ട്. ഇപ്പൊ ആംബുലൻസ് സർവീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ പല പല ടൈപ്പ് ഓഫ് ലെവൽ ഓഫ് ആംബുലൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. എന്നതുപോലെ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ പറയുമ്പോൾ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ആർ യൂസ്ഡ് ഇൻ ദിസ് മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. കേട്ടോ, നമ്മൾ പലതരത്തിലുള്ള ആംബുലൻസുകൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. പിന്നെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. മൂന്നാമത്തത് MIC ആണ്. MIC എന്ന് പറയുമ്പോൾ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ്. കേട്ടോ, MIC എന്താണ്, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ്. ഏതൊക്കെയാണ്, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, പിന്നെ MIC. ഓക്കെ, ആ പേര് സൂചിപ്പിക്കുന്നുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് എന്താണ്, ദീസ് ആംബുലൻസ് ആർ കണ്ടീഷൻഡ് വിത്ത് adequate staff and monitoring devices to shift the patients without life threatening condition, and these can only provide basic life support services. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് അല്ലെ. അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് മാത്രമാണ് ആ ഒരു ആംബുലൻസിൽ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ആംബുലൻസിനകത്ത് അത്യാവശ്യം വേണ്ട സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. പിന്നെ അത്യാവശ്യം വേണ്ട മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഫോർ ദ പേഷ്യൻസ് വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ, അതായത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ് അല്ലാത്ത പേഷ്യൻസിന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ളത് ഷിഫ്റ്റ് ചെയ്യുന്ന വലിയ റിസ്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകളും അതിന് വേണ്ട മോണിറ്ററിംഗ് ഡിവൈസസ് എല്ലാം എക്യുപ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ആണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അവിടെ എന്താണ്, ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ഉള്ള പേഷ്യന്റിനെ അല്ല, അല്ലാത്ത രോഗികൾക്കാണ് കേട്ടോ. ആൻഡ് ദീസ് ക്യാൻ ഓൺലി പ്രൊവൈഡ് എ ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസ്. ഇത് വളരെ ബേസിക് ലൈഫ് സപ്പോർട്ട് മാത്രമാണ് ഈ ഒരു ആംബുലൻസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ക്രിട്ടിക്കലി ഉള്ള പേഷ്യൻസിനെ അല്ല, ഏറ്റവും ബേസിക് ലെവൽ ഓഫ് സപ്പോർട്ടിംഗ് സർവീസസ് ആണ് അവര് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് കേട്ടോ. എന്താണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, ABCD അല്ലെ. അതൊക്കെ എന്താണ്, ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെയൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എക്യുപ്ഡ് ആയിട്ടുള്ള ആംബുലൻസുകളെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. Okay, അപ്പൊ നോക്കിയേ, these ambulances can provide modern life support services like endotracheal intubation, cardiac monitoring, defibrillation, administration of intravenous fluids or vasopressors. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. അതൊക്കെ ഏറ്റവും ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കേണ്ടതാണ് അല്ലെ. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ടിംഗ് സർവീസസുകൾ കൊടുക്കുന്ന ആംബുലൻസുകൾ. അതിനകത്ത് ഈ പറയുന്ന പോലെ എൻഡോട്രക്കിയൽ ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ ഉണ്ടാവും. അത് നേരത്തെ പറഞ്ഞല്ലോ, എയർവേ ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ നമ്മൾ എൻഡോട്രക്കിയൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ എൻഡോട്രക്കിയൽ ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ ഉള്ളതും, അതുപോലെ കാർഡിയാക് മോണിറ്ററിംഗ്, ഇപ്പൊ ഹൃദയ സംബന്ധമായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു പേഷ്യന്റിനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ കാർഡിയാക് മോണിറ്ററിംഗ് ഡിവൈസസ് വേണം. നിങ്ങൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ അറിയാം. കാർഡിയാക് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവം. അതിനകത്ത് നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു പൾസും, അതുപോലെ നമ്മുടെ റെസ്പിറേഷൻ സംബന്ധമായിട്ടുള്ള, നമ്മുടെ ശ്വസന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഉപകരണമാണത്. ഓക്കെ, അങ്ങനെയുള്ള കാർഡിയാക് മോണിറ്ററിംഗ് സംവിധാനങ്ങള്. പിന്നെ ഡീഫിബ്രിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിനെ നമ്മൾ റിവൈവ് ചെയ്തെടുക്കാനുണ്ട്. ഹാർട്ട് ബീറ്റിന് നമ്മളൊരു ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഹാർട്ട് ബീറ്റിനെ തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡീഫിബ്രിലേഷൻ എന്ന് പറയാം കേട്ടോ. ഇത് ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുക്കും ഹാർട്ടിലോട്ട്, എന്നിട്ട് എന്താണ്, ഹാർട്ടിന്റെ ബീറ്റിനെ തിരിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡീഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IV ഫ്ലൂയിഡ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാനും, അതിന് ഇത്തരം വാസോപ്രസേഴ്സ് ഇങ്ങനെയുള്ളതൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാനൊക്കെ സൗകര്യങ്ങളുള്ള, അതിനനുസരിച്ചുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള ആംബുലൻസുകളെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അതിന് പുറമെ these are adequately staffed and made ready for shifting patients with the
ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ് കേട്ടോ. ഇതിന് അത്യാവശ്യമായിട്ട് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ് ഉള്ള പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആഡിക്വേറ്റ് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകൾ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എന്താണ് MICU. MICU എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതായത് ആംബുലൻസ് പോലെ തന്നെ എന്താണ് ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് കെയറും സംവിധാനങ്ങളും ഒക്കെ ഉള്ള ചില സ്പെഷ്യലൈസ്ഡ് വാഹനങ്ങൾ, അതിനെയാണ് നമ്മൾ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കുക, ദീസ് ആർ ദി സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസ് വിത്ത് ഓൾ ദ എക്യുപ്മെന്റ് ആൻഡ് സ്റ്റാഫ് ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് who are critically ill. അതായത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള രോഗികളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകളും എക്യുപ്മെന്റുകളും കൊണ്ട് എന്താണ് സജ്ജീകരിച്ചിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസിനെയാണ് നമ്മൾ MICU എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആർ യൂഷ്വലി യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് റിട്രീവൽ ടീംസ് ഇൻ ഫ്യൂ ഡെവലപ്ഡ് കൺട്രീസ്. അപ്പൊ അതിനകത്ത് ചില സ്പെഷ്യലിസ്റ്റ് റിട്രീവൽ ടീംസ് ഉണ്ടാവും. റിട്രീവൽ ടീംസ് എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. കാര്യം ഏറ്റവും എന്താണ് ത്രെട്ടനിങ് ആയിട്ടുള്ള രോഗികളെയല്ലേ കൊണ്ടുപോകുന്നത്. അവർക്ക് സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഈ ഒരു വാഹനത്തിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. MIC എന്ന് പറഞ്ഞാൽ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. അത് സ്പെഷ്യലൈസ്ഡ് വാഹനങ്ങളാണ്. അതായത് നമ്മൾ ഈ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, അവരെ കൊണ്ടുപോകാനായിട്ട് അത്യാവശ്യം സ്റ്റാഫുകളും എല്ലാവിധ എക്യുപ്മെന്റ്സുകളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളെയാണ് MIC. മൊബൈൽ എന്ന് വെച്ചാൽ മൂവബിൾ ആയിട്ടുള്ളത്. ആംബുലൻസ് അല്ലാത്ത വെഹിക്കിൾസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള വാഹനങ്ങളെയാണ് MICU എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്ത് ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റ് ടീമുകൾ ഉണ്ടായിരിക്കും. ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും കേട്ടോ. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ വായിച്ച് നല്ലപോലെ മനസ്സിലാക്കി വെക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.